മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഗുരുവായൂർ ദർശനത്തിൽ ആചാരലംഘനം നടന്നിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം. മുഖ്യമന്ത്രി ആളുകളെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ തിരക്കു മാത്രമാണ് അന്നുണ്ടായത്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ളവർ റീൽസ് ചിത്രീകരിച്ചു എന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ദേവസ്വം വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരിശോധിച്ചുവെന്നും ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥ് 24-നോട് പറഞ്ഞു. നെയ്വിളക്കിന്റെ 5 ഷീട്ടാക്കിയതിനു ശേഷമാണ് അമ്പലത്തിന്റെ അകത്ത് പോയതും ദർശനം നടത്തിയതും. ശിവേരി സമയത്ത് അദ്ദേഹം ശിവേരി കഴിയുന്നവരെ അവിടെ നിന്ന് ശിവേരി കഴിഞ്ഞ് ജനങ്ങളുടെ തിരക്ക് ഒഴിവാക്കി അതിന്റെ അകത്ത് പോയി തിരിച്ചു വന്ന് ജനങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാത്ത സ്വാഭാവികമായിട്ട് ആള് കൂടുമല്ലോ. അതല്ലാതെ മറ്റൊരു വിരുദ്ധ കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല. കോടതി പറഞ്ഞ സ്ഥലങ്ങളിലല്ല അത് ഉണ്ടായിട്ടുണ്ടാവുക. കല്യാണങ്ങൾക്കും ക്ഷേത്ര കാര്യങ്ങൾക്കും ഇത് ചെയ്യാൻ അധികാരമുണ്ടെന്ന്. എന്നാൽ മൊബൈലിൽ എടുക്കാൻ പാടില്ല, മൊബൈൽ പാടില്ല. ഇത് യാതൊരു നിയമവിരുദ്ധ പ്രവർത്തനവും നടന്നിട്ടില്ല. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവിടെ ആചാരലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ആചാരലംഘനം ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച VIP ദർശനം ഉള്ള ദിവസമല്ല. അവിടെ ഇതിനുള്ള തുക കെട്ടിയാണ് താൻ ക്ഷേത്ര ദർശനം നടത്തിയത്. തന്നോടൊപ്പം 4 പേർ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് കടന്നത് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി V.D. സതീശൻ വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥും അവിടെ ആ നിലയിലുള്ള വലിയ തോതിൽ ഒരു തിരക്കോ അവിടെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? B. ദിലീപ് കുമാർ, ഗുരുവായൂർ ദേവസ്വവും ഇക്കാര്യത്തിൽ V.D. സതീശൻ പറഞ്ഞ നിലപാടിനൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് B. ഗോപാലകൃഷ്ണന്റെ ഒരു പരാതി, ആ മേഖലയിൽ കുറേയധികം ആളുകളെ കൊണ്ടുവന്നു, അതിനുശേഷം അവിടെ റീൽസ് ചിത്രീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ്, ആചാര ലംഘനം നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒരു പരാതി കൃത്യമായ രീതിയിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് B. ഗോപാലകൃഷ്ണൻ നൽകിയത്. കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ ഈ പറയുന്ന ദേവസ്വത്തിന്റെ ചെയർമാൻ A.V. ഗോപിനാഥ് ഈ വിഷയത്തിൽ യോഗം ചേരുകയും പരിശോധന നടത്തുകയും ചെയ്തു എന്നാണ് അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ആചാര ലംഘനവും നടന്നിട്ടില്ല. V.D. സതീശൻ നെയ്വിളക്കിന് രസീതാക്കിയതിനു ശേഷം 4 പേർ മാത്രമേ അകത്തേക്ക് കയറിയിട്ടുള്ളൂ. മറ്റു തരത്തിലുള്ള തിരക്കുകൾ മുഖ്യമന്ത്രി ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായ ആളുകൾ വന്നതാണ്. അത് ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനാണ്. ഒരു ആചാര ലംഘനവും നടന്നിട്ടില്ല. B. ഗോപാലകൃഷ്ണന്റെ പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.